നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. എടാ മക്കളെ, നമ്മള് SSLC സെക്കൻഡ് ടൈം എക്സാമിന്റെ മാത്സിന്റെ ആൻസർ കീ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് സെക്ഷൻ സിയിലെ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് കടന്നാലോടാ. 11ാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇൻ ദ ഫിഗർ ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ പാരലൽ ടു ദ ആക്സിസ്, ദ കോർഡിനേറ്റ്സ് ഓഫ് ടു വെർട്ടീസസ് ഓഫ് ദ റെക്ടാംഗിൾ ആർ ഗിവൺ. അതായത് ഒരു ചതുരത്തിന്റെ രണ്ട് മൂലകളിലുള്ള സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് മക്കളെ, രണ്ട് വെർട്ടീസസിന്റെ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള രണ്ട് വെർട്ടീസസിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡയഗണലിന്റെ ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് വികരണത്തിന്റെ നീളവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് മക്കളെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുക? അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതാ നോക്കിയേ, ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനില് ഈ ഏത് പറയുന്ന പോയിന്റ് 2,1 ആണെങ്കിൽ എനിക്കറിയാം ഇതെന്റെ എക്സ് ആക്സിസ് ആണ്, ഇതെന്റെ എന്താണ് മക്കളെ വൈ ആക്സിസ് ആണ്. ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാൻ പോവാം. വരച്ചതിന് ശേഷം ഇതാ നോക്കിയടാ, ഇവിടെ എയിൽ നിന്ന് ഈ 2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഏതായിരിക്കണം മക്കളെ? ഈ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആയിരിക്കും 2 എന്ന് പറയുന്നത്. അതുപോലെ ഈ പോയിന്റ് എന്തായിരിക്കണം മക്കളെ വരിക? 1 ആയിരിക്കും വരിക. ഇനി അതുപോലെ ഈ പോയിന്റ് 6 സി എന്ന് പറയുന്ന പോയിന്റ് 64 ആണ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിനെ സൂചിപ്പിക്കുന്ന സൂചക സംഖ്യ 6ഉം, അതുപോലെ ഇവിടെ വൈ ആക്സിസിനെ സൂചിപ്പിക്കുന്ന ആൾ എത്രയാണ് മക്കളെ വരിക? 4 അല്ലേ വരിക. ഇനി എനിക്ക് ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് എത്രയായിരിക്കും മക്കളെ വരിക? ഇവിടെ എക്സിനെ സൂചിപ്പിക്കുന്ന ആൾ ആരാ? 6 ആണ്. അതുപോലെ വൈനെ സൂചിപ്പിക്കുന്ന ആൾക്കാർ ആരാണ് മക്കളെ? 1 ആണ് വരുന്നത്. അപ്പൊ അതായത് ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 6,1 ആയിരിക്കും വരിക. അതുപോലെ ഈ ഡി എന്ന് പറയുന്ന ഈ ഒരു കോർഡിനേറ്റ്, ഈ ഒരു വെർട്ടീസസിന്റെ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? എക്സിനെ സൂചിപ്പിക്കുന്ന ആളാരാണ് മക്കളെ? 2 ആണ്. അതുപോലെ വൈനെ സൂചിപ്പിക്കുന്ന 4 ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും മക്കളെ വരിക? 2, 4ഉം 6, 1 ആയിരിക്കും. ബിയുടെ കോർഡിനേറ്റ് 6, 1ഉം ഡിയുടെ 2,4 ഇത് രണ്ടായിരിക്കും വരിക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് മക്കളെ? ഈ ചതുരത്തിന്റെ വികരണങ്ങളുടെ നീളം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത്? വികരണങ്ങളുടെ നീളമാണ് കണക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വികരണം അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത് അല്ല മക്കളെ വരിക. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓർമ്മണ്ട, നമ്മളെ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. നമ്മുടെ ദൂരം കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇക്വേഷൻ ആണ് എന്തായിരുന്നു? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇതല്ലടാ മക്കളെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ ഇതാ നോക്കിയേ, ഇവിടെ എനിക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ? x1 ആയിട്ടും സിയുടെ ആൾക്കാർ x1ഉം y1 ആയിട്ടും ഈ പറയുന്ന ആളെ ഞാൻ എന്തായിട്ട് എടുക്കാൻ പോകാം മക്കളെ? x2 y2 എന്നും കണ്ട് എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ ലെങ്ത് വരിക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? റൂട്ട് ഓഫ് x1 മൈനസ് x2 എന്ന് പറയുമ്പോ 6 മൈനസ് 2 ഹോൾ സ്ക്വയർ അല്ലെ? 6 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് എന്തായിരിക്കും വരിക? y1 മൈനസ് y2 എന്ന് പറയുമ്പോ 4 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇങ്ങനെയല്ലേ വരിക? 4 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 മൈനസ് 2 എത്രയാടാ മക്കളെ വരിക? 6 മൈനസ് 2 എത്രയാ വരിക? 4 സ്ക്വയർ പ്ലസ് 4 മൈനസ് 1 എത്രയാ വരിക? 3 അല്ലേ വരിക? 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 200 മക്കളെ എനിക്ക് റൂട്ട് ഓഫ് 16 പ്ലസ് 9 സമം റൂട്ട് 25 സമം എന്തുകൊണ്ടിട്ടാ മക്കളെ? 5 ആയിരിക്കും വരിക. ഡയഗണലിന്റെ ലെങ്ത് എന്തായിരിക്കും മക്കളെ വരിക? 5 യൂണിറ്റ് ആണ് വരിക. അതുപോലെ ഈ ഒരു ഡയഗണലിന്റെ ലെങ്ത് എന്തായിരിക്കും വരിക? അപ്പൊ ഈ ഒരു ഡയഗണലിന്റെ ലെങ്ത് എന്തിനായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. സമചതുരങ്ങളുടെ ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ രണ്ട് ഡയഗണലിന്റെയും ലെങ്ത് എല്ലായ്പ്പോഴും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോ വികരണങ്ങളുടെ നീളം എത്രയായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ 11ാമത്തെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ 12ാമത്തെ ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. എന്താ മക്കളെ 12ാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? In the figure, sides of the large triangle are parallel to the sides of a smaller triangle. Calculate the coordinate of the vertices of the larger triangle. ചിത്രത്തിലെ വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമാണ്. അതുപോലെ വലിയ ത്രികോണത്തിന്റെ മൂലകളുടെ എല്ലാം സൂചക സംഖ്യകൾ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മള് ഇവിടെ നോക്കുന്ന സമയത്ത് നോക്കിയടാ മക്കളെ, ഞാനിവിടെ ഈ പറയുന്ന ഈ ഒരു ഷേപ്പ് മാത്രം ഈ ഒരു ക്വസ്റ്റ്യനെ ഞാൻ ഇവിടേക്ക് നോക്കുകയാണ്. അപ്പൊ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നോക്കിയടാ മക്കളെ, ഈ ഒരു ഭാഗം ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ റെഡിങ് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡിങ് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ റെഡിങ് കൊണ്ട്? ഒരു മിനിറ്റ് നോക്കിയടാ മക്കളെ, ഞാനിവിടെ ഈ മാർക്ക് ചെയ്ത ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതെന്തായിട്ടാണ് മക്കളെ വരുന്നത്? പാരലലോഗ്രാം ആണ്. ഇതെന്താണ്? പാരലലോഗ്രാം ആണ്.
അപ്പൊ ഈ ഒരു പാരലലോഗ്രാമിന്റെ നോക്കിയാടാ മക്കളെ, 3 മൂലകൾ തന്നിട്ടുണ്ട്. 4ാമത്തെ മൂലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണോ മക്കളെ 4ാമത്തെ മൂല എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? ഓർമ്മയില്ലേ നമ്മള്? അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ കണ്ടുപിടിക്കേണ്ട മൂല നോക്കി വെക്കുക, ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ എതിരെ കിടക്കുന്ന വികരണം എടുക്കുക, ഈ വികരണങ്ങള്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി കൂട്ടുക. 6 + 5 എത്രയാണ് മക്കളെ വരിക? ഇവിടുത്തെ എക്സിന്റെ ആളായിട്ടുള്ള 6നെയും ഇവിടുത്തെ എക്സിന്റെ ആളായിട്ടുള്ള 5നെയും 6ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 11 അല്ലേ വരിക? ആ 11ന്ന് എത്ര കുറയ്ക്കാടാ മക്കളെ? ഇവിടുത്തെ എക്സിന്റെ ആളെ കുറയ്ക്കുക. 11 - 4 എത്രയാടാ വരിക മക്കളെ? 7 അല്ലേ വരിക? അപ്പോൾ ഇവിടെ 7 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതുപോലെ അടുത്തത് 6 + 2 അല്ലേ? വൈഡ് ആൾക്കാരാകുമ്പോൾ 6ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ മക്കളെ വരിക? 8 അല്ലേ വരിക? 6 + 2 എത്രയാ വരിക? 8 ആണ് വരിക. അപ്പൊ 6 + 2 8 - 3 എന്തായിരിക്കും വരിക? 5 അല്ലേ വരിക? അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു കോർഡിനേറ്റ് എന്തായിരിക്കും മക്കളെ വരിക? 7,5 ആയിരിക്കും വരിക. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോവാണ്, അടുത്ത ആൾ എടുക്കാൻ പോവാണ്. അടുത്ത ആൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും മക്കളെ വരിക? അടുത്ത ആൾ ഏതായിരിക്കും വരിക? അടുത്ത ആ ഒരു ഇത് എടുക്കാൻ പോവാണ്, നമ്മുടെ പാരലലോഗ്രാം എടുക്കാൻ പോവാണ്. അപ്പൊ അടുത്ത പാരലലോഗ്രാം ആയിട്ട് നോക്കിയടാ മക്കളെ, ഞാൻ ഇതാണ് എടുക്കണമെന്ന് വിചാരിക്കും. ഈ പറഞ്ഞ ആളെയാണ് ഞാൻ അടുത്ത ആ ഒരു പാരലലോഗ്രാം ആയിട്ട് എടുക്കാൻ പോകുന്നത്. അടുത്ത പാരലലോഗ്രാം ആയിട്ട് ഞാനിപ്പോ ഈ വരച്ചിട്ടുള്ള PQRB എന്ന് പറയണ ഈ ഒരു പാരലലോഗ്രാം ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പാരലലോഗ്രാമിന്റെ എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ 4ാമത്തെ മൂല്യമല്ലടാ മക്കളെ. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? 4 + 5 എത്രയാ വരിക? 9. 9 - 6 എത്രയാടാ മക്കളെ? 3 ആയിരിക്കും വരിക. അതുപോലെ 3 + 2 എത്രയാ വരിക? 5. 5 - 6 എത്രയായിരിക്കും മക്കളെ വരിക? 5 - 6 എന്ന് പറയുമ്പോ -1 ആയിരിക്കും വരിക. അപ്പൊ ഈ പറഞ്ഞ കോർഡിനേറ്റും കിട്ടിയടാ മക്കളെ. ഇനി അടുത്തത് മൂന്നാമത്തെ ആൾ എടുക്കാൻ പോവാണ്. മൂന്നാമത്തെ ആൾ എന്ന് പറയുമ്പോൾ ഏതാണ് മക്കളെ വരുന്നത്? മൂന്നാമത്തെ ആൾ എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? ഈ ഒരു PRQA എന്ന് പറയുന്ന ആ ഒരു സാമാന്ത്രികം അല്ലെങ്കിൽ പാരലലോഗ്രാം അല്ലടാ മക്കളെ വരുന്നത്. അപ്പൊ ഞാനിവിടെ അതൊന്നും മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മക്കളെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എനിക്ക് ഈ ഒരു ആ ഒരു വെർട്ടെക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ മൂലയല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഏത് പറയുന്ന മൂലയുടെ സൂചക സംഖ്യകളല്ലേ കണ്ടുപിടിക്കേണ്ടതാ മക്കളെ. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ചെയ്യുക? 4 + 6 എത്രയായിരിക്കും മക്കളെ വരിക? 10 ആണ് വരിക. 10 - 5 എത്രയായിരിക്കും മക്കളെ? 5. അതുപോലെ 3 + 6 എത്രയായിരിക്കും വരിക? 9 ആണ്. 9 - 2 എത്രയാണ് മക്കളെ വരിക? 7 ആണ് വരിക. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 5,7 ആയിരിക്കും. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റിന്റെയും ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞോളാ മക്കളെ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ ഏതാണ്? 13ാമത്തെ ചോദ്യം എന്തായിരുന്നു? A circle is drawn with center as origin and radius 5 centimeters. അതായത് ആധാരബിന്ദു കേന്ദ്രമായിട്ടും 5 സെന്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്തം വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിള് എക്സ് ആക്സിസിനായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ് ആക്സിൽ കൂടി മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ ആ ഒരു സൂചക സംഖ്യകൾ എഴുതാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കള് നോക്കിയേ, ഇതുപോലെ വെറുതെ നോക്കിയടാ, ഇവിടെ 0 0 എന്ന് പറയുന്ന സെന്റർ ആയിട്ട് ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു സർക്കിളാ വരച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എനിക്കറിയാം 5 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ, അതായത് 5 യൂണിറ്റ് ആണ് ഇതിന്റെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടാ മക്കളെ ചോദ്യത്തില്. ഇതിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാ മക്കളെ? 5 സെന്റിമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 0-ൽ നിന്ന് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് ഉറപ്പാണ് 5 ആയിരിക്കും ഉറപ്പാണ് ഇല്ലേ? അപ്പൊ ഇതാടാ മക്കളെ ഈ പോയിന്റ്, ഇവിടത്തെ ഈ 5ഉം അതുപോലെ ഇവിടത്തെ ഈ ഒരു -5-ൽ കൂടി ആയിരിക്കും ആര് എന്ന് പറയുന്നത്? എക്സ് ആക്സിസിനെ ഈ സർക്കിൾ കട്ട് ചെയ്ത് പോവാന്ന് പറയുന്നത്. അങ്ങനെയല്ലേ വരിക? അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് മക്കളെ സൂചിപ്പിക്കുക? നമ്മൾ എക്സ് ആക്സിസും ഉള്ള പോയിന്റിന്റെ ഒക്കെ പ്രത്യേകത എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ വൈയുടെ ആൾക്കാരൊക്കെ എന്തായിരിക്കും പറയുന്നത്? 0 ആയിരിക്കും. എക്സ് ആക്സിസും ഉള്ള പോയിന്റ് ആണോ അതിന്റെ വൈ കോർഡിനേറ്റ് ഒക്കെ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എക്സ് ആക്സിസിൽ ഏതാണ് പോയിന്റ്? 5 അല്ലേ വരുന്നത്? 5,0 എന്ന് പറഞ്ഞിട്ട് എഴുതാം, എഴുതിക്കൂടെ? അതുപോലെ ഈ ഒരു പോയിന്റ് ഏതാണ്? എക്സ് ആക്സിസിലെ പോയിന്റ് ഏതാ വരുന്നത്? -5 അല്ലേ? അപ്പൊ വൈയുടെ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും മക്കളെ വരിക? -5,0 ആയിരിക്കും വരിക. അപ്പൊ ഇത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? 5,0 എന്ന് പറയുന്നതും -5,0 എന്ന് പറയുന്ന 2 പോയിന്റുകളായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? അടുത്ത ചോദ്യം എന്തായിരുന്നു? Is 3,2 a point on the circle? Why?
3,2 a point on the circle y. അതായത് ഈ 3,2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അത് നോക്കിയാടാ മക്കളെ, ഇവിടെ എക്സിനെ 3 എന്നാണ് സൂചിപ്പിക്കുന്നത്, വൈനെ സൂചിപ്പിക്കുന്ന ആളാരാ വരുന്നത് 2, ഇതല്ലേ വരുന്നത്. ഇതാ അവിടെ 3,2 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് സർക്കിളുമുള്ള പോയിന്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ ഫിഗർ വൃത്തിമനയിൽ വരച്ചിട്ടുള്ള കാരണം എനിക്കിത് മനസ്സിലാക്കാൻ പറ്റും, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും എന്താണ് ഇത് സർക്കിളുമലത്തെ പോയിന്റ് അല്ല എന്നുള്ളത് എനിക്ക് ഈ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലായി ഉണ്ടാവും. പക്ഷെ ഇത് എങ്ങനെയാണോ മക്കളെ നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് തന്നെ മക്കൾക്ക് വരയ്ക്കാൻ പറ്റിയെന്നില്ല. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യണത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കിയടാ, ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റിലെ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആധാര ബിന്ദുവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. എന്തായിരിക്കണം മക്കളെ വരിക? x² + y² അല്ലേ വരിക, √(x² + y² അല്ലേ വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിതാ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഒരു 3,2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ എങ്ങനെയായിരിക്കും മക്കളെ വരിക? √(3a² + 2a²) എത്രയല്ലേ വരിക? അപ്പൊ √(3a² + 2a² എന്ന് പറയുമ്പോൾ 9 + 4 = എത്രയാണ് മക്കളെ വരിക? √13 എന്ന് പറഞ്ഞിട്ടാണ് വരിക. എത്രയാ വരിക? √13 ആണ് വരിക. അപ്പൊ ഈ √13ന്റെ വാല്യൂ എത്രയാണെന്ന് അറിയണം വേണ്ടേ? അപ്പൊ എന്റെ മക്കൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. 3ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 9 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ വരിക? 16 ആണ് വരിക. അപ്പൊ √9ന്റെ വാല്യൂ എത്രയാണത്? 3ഉം അതുപോലെ √16ന്റെ വാല്യൂ എത്രയാണ് മക്കളെ വരിക? 4 ആണ് വരിക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ √13 എന്ന് പറയുമ്പോൾ ഏതിന്റെ ഇടയിലാണ് മക്കളെ വരിക? √13 എന്ന് പറയുമ്പോൾ √9ന്റെയും √16ന്റെയും ഇടയിലല്ലേ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ √13ന്റെ വാല്യൂ 3ന്റെയും 4ന്റെയും ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും വരിക. 3ന്റെയും 4ന്റെയും ഇടയിലുള്ള ഒരു സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 5 യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മക്കളെ ഇത് എവിടെയാവുള്ളൂ? വൃത്തത്തുമുള്ള പോയിന്റ് ആവുള്ളൂ, ഇല്ലേ? വൃത്തത്തുമുള്ള പോയിന്റ് 5 യൂണിറ്റ് ആണെങ്കിൽ മാത്രമല്ലേ ആവുള്ളൂ. അപ്പൊ നമുക്ക് കാര്യം നടക്കൂ ഇല്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ ആ ഒരു 3.something എന്ന് പറഞ്ഞിട്ടാണ് വരിക, ഇല്ലേ? 3 എത്രയെങ്കിലും ആയിരിക്കും വരിക. കറക്റ്റ് വാല്യൂ ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എവിടെയായിരിക്കും മക്കളെ? വൃത്തത്തിന്റെ അകത്തായിരിക്കും. ഇനി 5നേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലോ വൃത്തത്തിന്റെ പുറത്തായിരിക്കും. ഇനി വൃത്തത്തിലുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? കറക്റ്റ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരിക? 5 ആയിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെയാണോ മക്കളെ ഇത് പോയിന്റ് ആണോ അല്ലയോ, വൃത്തത്തിലുള്ള പോയിന്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണോ? അടുത്തത് ഇതിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ, ഈ വൃത്തത്തിലെ അക്ഷങ്ങളിലല്ലാത്ത മറ്റൊരു ബിന്ദുവിന്റെ സൂചക സംഖ്യ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതാ നോക്കിയേക്ക്, ഞാനിവിടെ കൃത്യമായിട്ട് ഫിഗർ വരച്ചുള്ള കാരണം എനിക്ക് ഇതൊന്നും കണ്ടു കിട്ടിയിടാ മക്കളെ. 3,4 എന്ന് പറയുന്നത് ഇതാ കണ്ട, ഈ ഒരു പോയിന്റ് ഇത് 3 ആണ് വരുന്നത്. എക്സ് ആക്സിസിനെ സൂചിപ്പിക്കുന്നത് 3 ആണ്, y ആക്സിസിനെ സൂചിപ്പിക്കുന്നത് ഏതാണ് മക്കളെ? 4 ആണ് വരുന്നത്. അതുപോലെ ഇത് അപ്പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എനിക്ക് ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ എഴുതുകയാണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ വരിക? -3,4 എന്ന് പറഞ്ഞിട്ട് വരും. ഇങ്ങനെയൊക്കെയല്ലേ വരിക എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഞാൻ എന്താ പറയാ, നമ്മളിവിടെ ഓൾറെഡി ഫിഗർ നല്ല വൃത്തിയിൽ വരച്ചിട്ടുള്ള കാരണം മാത്രം എനിക്ക് കിട്ടിയ കാര്യമാണ്. ഇതുപോലെ എൻ്റെ മക്കൾക്ക് വരയ്ക്കാൻ പറ്റിക്കൊള്ളുന്നത് യാതൊരു നിർബന്ധമില്ല. വരയ്ക്കാൻ പറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല, എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതാ നോക്കിയടാ, ഞാൻ വെറുതെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് പറഞ്ഞു തരികയാണ്. ഇപ്പൊ എനിക്കറിയാം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം മക്കളെ? 5 ആണെന്ന് അറിയാം. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം എനിക്ക്? 5 ആണെന്ന് അറിയാം. അപ്പൊ ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു എക്സിന്റെ വാല്യൂ എടുക്കുക, ഇഷ്ടമുള്ള ഒരു എക്സിന്റെ വാല്യൂ എടുക്കുക. അപ്പൊ എക്സിന്റെ വാല്യൂ ആയിട്ട് ഞാനിപ്പോ എന്താ പറയാ, ഒരു എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്താ പറയാ, ഒരു 4 എടുക്കുകയാണെന്ന് വിചാരിക്കും. 4 എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കും. ഞാൻ വെറുതെ റാൻഡം ആയിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഞാൻ വെറുതെ എടുത്തു എന്ന് മാത്രം. അപ്പൊ 4,y എന്ന് പറയുന്നതായിരിക്കും സ്വാഭാവികമായിട്ട് ഇതുപോലെ പോയിന്റ് എന്ന് എനിക്കറിയാം. 4,y എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആയിരിക്കും എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √(x² + y² എന്ന് പറയുന്നതാണ്. ഓൾറെഡി എനിക്ക് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം മക്കളെ? 5 ആണെന്ന് അറിയാം. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം എനിക്ക്? 5 ആണെന്ന് അറിയുകയും ചെയ്യാം. അപ്പൊ ഞാൻ നോക്കിയടാ, ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കാൻ പോവാണ് മക്കളെ? 4a² പ്ലസ് എന്നത് കൊണ്ട് കൊടുക്കാൻ പോവാണ് y² = 5 എന്നുകൊണ്ട് എഴുതാൻ പോവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ √() എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ? 4ന്റെ സ്ക്വയർ എത്ര വരിക? 16 പ്ലസ് y² = 5 എന്നുകൊണ്ട് എഴുതാം.
ഇനി ഈ റൂട്ട് കളയാൻ വേണ്ടിയിട്ട്, സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇക്വേഷന്റെ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ, സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടത്തെ റൂട്ട് പോയി കിട്ടും. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറൂടാ മക്കളെ, 16 + y² ഈസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാണോ മക്കളെ വരിക, 25 എന്ന് പറഞ്ഞിട്ടാണ് വരിക. 5ന്റെ സ്ക്വയർ എത്രയായിരിക്കും വരിക, 25 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ y² ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറഞ്ഞിട്ട് കിട്ടൂടാ മക്കളെ, y² ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറഞ്ഞിട്ട് കിട്ടൂടാ, y² ഈസ് ഈക്വൽ ടു എന്ത് കൊണ്ട് കിട്ടും, 25 - 16 ഈസ് ഈക്വൽ ടു എന്ത് കൊണ്ട് കിട്ടൂടാ മക്കളെ, 9. 25 - 16 എത്രയാണോ വരിക, 9 ആണ് വരിക. അപ്പൊ y² ഈസ് ഈക്വൽ ടു എന്ത് കൊണ്ട് കിട്ടി, 9 എന്ന് കൊണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്, √9 ഈസ് ഈക്വൽ ടു എന്ത് കൊണ്ട് കിട്ടൂടാ മക്കളെ, +or-3 ആണ് വരിക അല്ലേ. അപ്പൊ ഇവിടെ 4 ആണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ 4 ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ y-യുടെ വാല്യൂ ആയിട്ട് എന്തെന്ന് കൊണ്ട് എഴുതാടാ, ഈ ഒരു y-യുടെ വാല്യൂ ആയിട്ട് ഇനി എന്തെന്ന് കൊണ്ട് എഴുതാം, y-യുടെ വാല്യൂ ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് എത്രയാ വരുന്നത്, 3 അല്ലേ വരുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും വരിക, 4,3 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും വരിക അല്ലേ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും അതുപോലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇല്ലേ. അപ്പൊ ഇവിടെ ആവുമ്പോൾ എന്തായിരിക്കും വരിക, -4,3 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും വരിക. ഇനി ഇവിടെ ആണെങ്കിലോടാ മക്കളെ ആ ഒരു പോയിന്റ് എന്തായിരിക്കും വരിക, -4,-3 ആയിരിക്കും വരിക. അതുപോലെ ഈ ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ ഈ ചതുർത്ഥാംശത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്, ഇങ്ങനെയായിരിക്കും വരിക, 4,-3 എന്ന് പറഞ്ഞിട്ട് വരും. 4,-3 എന്ന് പറഞ്ഞിട്ട് വരും. ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സൂചക സംഖ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇതാ അപ്പോ 4 എണ്ണം കണ്ടുപിടിച്ചു തന്നു ഇല്ലേ. ഇനി ഇതുപോലെ തന്നെ ഇതാ നോക്കിയടാ, 3 ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ എക്സിന് പകരം 3 ആയിട്ടോ 2 ആയിട്ടോ 1 ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എടുക്കാണോ മക്കളെ. ഇഷ്ടപ്പെട്ട നമ്പർ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. അല്ലാതെ എന്താ പറയാ, ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണ് ആ ഒരു പെയർ വരിക. ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നും. കാരണം ഈ 3ഉം 4 എടുത്തു കഴിഞ്ഞാൽ 25 കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെ ആ ഒരു മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ മക്കളെ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ എന്റെ മക്കൾ ചിന്തിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എക്സിന് കൊടുക്കുക, എന്നിട്ട് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഈസ് ഈക്വൽ ടു ആ ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. മേ ബി ഇവിടെ ഇതിപ്പോ ഞാൻ എടുത്തതായ കാരണം 9 കിട്ടിയെന്ന് മാത്രം. ചിലപ്പോൾ എന്താ പറയുക, റൂട്ടിന്റെ ഉള്ളിൽ √17 അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് തന്നെ എടുത്ത് എഴുതുക, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇവിടെ 2 ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 2² + y² ഈസ് ഈക്വൽ ടു, അപ്പൊ എങ്ങനെയല്ലേ വരിക, 4 + y² ഈസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ y² ഈസ് ഈക്വൽ ടു 25 - 4 21 കൊണ്ട് കിട്ടുക. അപ്പൊ y² ഈസ് ഈക്വൽ ടു 21 കൊണ്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക, √21 കൊണ്ടാ വരിക അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലല്ലോ. അപ്പൊ √21 അപ്പൊ ആ ഒരു പോയിന്റ് എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ മക്കളെ, സർക്കിളുള്ള പോയിന്റ് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമ്പോഴെങ്കിൽ എനിക്ക് 2, √21 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. 2, √21 പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഇങ്ങനെ ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം മക്കളെ. അപ്പൊ അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പൊ ഞാനത് പറഞ്ഞോളൂ മാത്രം. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണു. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോടാ മക്കളെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻ ദ ഫിഗർ എ ബി ആർ പോയിന്റ് ഓൺ ദ സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ അല്ലെ. എയും ബിയും എന്ന് പറയുന്നത് സർക്കിളും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. ഈ സർക്കിളിന്റെ സെന്റർ ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് സി ഈസ് 4,0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറയുന്ന കോർഡിനേറ്റ്, സി എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് 4,0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ആംഗിൾ AOC 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും കോർഡിനേറ്റ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ AB എന്ന് പറയുന്ന ആ ഒരു ലൈനിന്റെ ലെങ്ത്തും ആണ് ആ മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നോക്കിയടാ, ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പാട്, ഇവിടെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഓൾറെഡി ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് 4,0 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് 4 ആണെന്ന് കിട്ടി. അതായത് ഈ പറയുന്ന ഈ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആണെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പൊ ഓയുടെ ലെങ്ത് എന്തായിരിക്കും മക്കളെ വരിക, 4 ആയിരിക്കും വരിക. ഓയുടെ ലെങ്ത് എന്തായിരിക്കും വരിക, 4 ആയിരിക്കും വരിക. ഇനി ഞാൻ നോക്കിയടാ മക്കളെ, ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്താ പറയണ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ലംബം വരയ്ക്കാൻ പോവാണ്. അപ്പൊ ലംബം വരയ്ക്കുമ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിട്ട് മാറും, 90 ഡിഗ്രി ആയിട്ട് മാറും. ഇത് എത്ര ഡിഗ്രി ആയിട്ട് മാറും മക്കളെ, 30 ഡിഗ്രി ആയിട്ട് മാറും. അപ്പൊ ഇതാ 90 ഡിഗ്രി, ഇതാ ഞാനിവിടെ ഇത് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ വരുന്നത് എത്രയാണ് മക്കളെ, 60 ഡിഗ്രിയാണ്. ഇവിടെ വരുന്നത് എത്രയാണ്, 30 ഡിഗ്രിയാണ് ഇല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 30:60:90 ആണ് ഒരു ട്രയാങ്കിളിലെ റൈറ്റ് ട്രയാങ്കിളിലെ
ആംഗിളുകൾ തമ്മിലുള്ള റേഷ്യോ എന്നുണ്ടെങ്കിൽ കോണുകളുടെ അംശബന്ധം 30:60:90 ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1x ആയിട്ട് എടുക്കുക. 60ന്റെ ഓപ്പോസിറ്റ് എന്തായിട്ട് എടുക്കുകയാണ് മക്കളെ √3x ആയിട്ട് എടുക്കുക. അതുപോലെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിട്ട് എടുക്കുകയാണ് മക്കളെ എനിക്ക് 2x എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഓൾറെഡി ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാ എനിക്ക് 4 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് x ഈസ് ഈക്വൽ ടു എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കണം മക്കളെ 4/2 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് വരും. 4/2 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന്റെ ലെങ്ത് എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? ഈ സൈഡിന്റെ ലെങ്ത് എത്ര ആയിരിക്കും വരിക? 1 × 2 ഈസ് ഈക്വൽ ടു മക്കളെ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇവിടെ ആവുമ്പോഴാണ് മക്കളെ √3 × 2 ഈസ് ഈക്വൽ ടു മക്കളെ 2√3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് ഇതാ ഇവിടെ നോക്കിയേ, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 2√3 ആണെന്ന് പറഞ്ഞു. ഈ ഒരു ലെങ്ത് 2√3 ആണെന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ലെങ്ത് 2√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ മക്കളെ, ഈ ഒരു ലെങ്ത്തിന്റെ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് 2√3 ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് എത്രയായിരിക്കും വരിക? 2√3 അല്ലേ വരിക. അപ്പൊ ഈ പോയിന്റ് എന്താണെന്ന് കിട്ടി എനിക്ക്? 2√3 ആണെന്ന് കിട്ടി. ഈ പോയിന്റ് എന്താണെന്ന് കിട്ടി? 2√3 ആണെന്ന് കിട്ടി. അതുപോലെ നോക്കിയടാ, ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആ ഒരു ലെങ്ത് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 2 ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 എന്ന് പറയുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് കിട്ടിയിടാ മക്കളെ എനിക്ക് 2 ആണെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്തായിരിക്കും മക്കളെ? 2 ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോക്കിയടാ, എനിക്ക് ഇതിന്റെ കോർഡിനേറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലോട്ട് പോകുമ്പോഴുള്ള ലെങ്ത് എത്രയാണ് മക്കളെ വരുന്നത്? 2 അല്ലേ വരുന്നത്. ഇത് എത്രയാ വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പൊ 2 എഴുതി, കോമ വൈയിലോട്ടുള്ളത് എന്താണ് മക്കളെ വരുന്നത്? 2√3 ആണ് വരുന്നത്. അപ്പൊ എയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും മക്കളെ വരിക? 2,2√3 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക? ബിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക? ഇത് എന്ത് ആക്സിസാ? -x ആക്സിസ് ആണ്. അതുപോലെ ഇതെന്താ വരുന്നത്? -y ആക്സിസ് ആണ് ഇല്ലേ? അപ്പൊ ഈ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ ആയിരിക്കും ഇവിടെ വരിക. പക്ഷെ ഇവർ രണ്ടുപേരും എന്തായിരിക്കുന്നു മാത്രം? നെഗറ്റീവ് ആയിരിക്കുന്നു മാത്രം. അങ്ങനെയാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും മക്കളെ വരിക? -2, -2√3 എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. -2, -2√3 എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഈ ഒരു ലെങ്ത് 2 ആണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്തായിരിക്കും വരിക? -2 ആയിരിക്കും വരിക. അതുപോലെ ഈ ഒരു ലെങ്ത് എന്തായിരിക്കും മക്കളെ വരിക? -2√3 ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എഴുതാൻ പറ്റും? ഈ പറയണ ഈ ഒരു ലെങ്ത് അല്ലേ, ഈ ഒരു ലെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും എനിക്ക്? അതാ ഞാനിവിടെ വരച്ച് കാണിച്ചതാണ് നിങ്ങൾക്ക്. ഈ ബി എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും മക്കളെ വരിക? ബി എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് വരിക -2, -2√3 എന്ന് പറയുന്നതായിരിക്കും വരിക. ഇതാടാ മക്കളെ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ മുതൽ O മുതൽ എ വരെയുള്ള ലെങ്ത് 4 ആണ്. അതുപോലെ O മുതൽ ബി വരെയുള്ള ലെങ്ത് എത്രയാണ് മക്കളെ വരിക? 4 ആണ് വരിക. കാരണം ഇത് രണ്ടും എന്താണ് മക്കളെ? റേഡിയസ് അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 4 + 4 എത്രയായിരിക്കും വരികടാ മക്കളെ? 8 യൂണിറ്റ് അല്ലേ വരികടാ? 8 യൂണിറ്റ് അല്ലേ വരിക? എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 8 യൂണിറ്റ് ആയിരിക്കും വരിക. അപ്പൊ രണ്ട് ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയല്ലോടാ മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഡ്രോ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് അല്ലെ എന്ന് പറയണം. ഇത് കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ട് സൂചകാക്ഷങ്ങൾ വരച്ചതിന് ശേഷം ABCD എന്ന് പറയുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ചതുർഭുജം ABCDയുടെ പരപ്പളവ്, ആ ഒരു ക്വാഡ്രിലാറ്ററൽ ABCDയുടെ ഏരിയ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാൻ പോവാ. അപ്പൊ കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ? എക്സ് ആക്സിസും വരച്ചു. ഇതിനെ നമ്മൾ എന്താണ് മക്കളെ പറയാ? എക്സ് ആക്സിസ് എന്ന് പറയും. ഇതിനെന്താ പറയാ? -x ആക്സിസ്. ഇത് y ആണ് മക്കളെ. അതുപോലെ ഇവിടെ എന്താ പറയാ? -y ആണ് വരിക. അപ്പൊ ഇതുപോലെ വരച്ചതിന് ശേഷം എന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് എന്താ പറയാ? സ്കെയിൽ വെച്ച് വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ 1, 2, 3, 4, 5 കൊണ്ട് കൊടുക്കുക. അതുപോലെ ഇവിടെയും കൊടുക്കുക. ഇവിടെ അതാ നോക്കി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എക്സിന്റെ മാക്സിമം പോയിട്ടുള്ള ഏത് വരെയാണ്? 5, 0, -2, 3. അപ്പൊ മാക്സിമം പോയിട്ടുള്ള 5ഉം മിനിമം എത്രയാണ്? -2 ആണ്. അപ്പൊ എക്സ് ആക്സിസിൽ 5ഉം വരണം, -2 വരണം. ഇതാ ഓക്കെ ആണ് ഇവിടെ. അതുപോലെ y മാക്സിമം എത്ര വരെയാണ് പോയിട്ടുള്ളത്? 3, 3, -1, -1. അപ്പൊ y ആക്സിസിൽ 3 വരെയും പോകണം, -1 വരെയും പോകണം. അപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ ഞാൻ ഇവിടെ ഓക്കെ ആണ്. അപ്പൊ അത്രയും അങ്ങനെയാണ് ആ ഒരു ആക്സിസ് വരയ്ക്കുന്ന സമയത്ത് എന്റെ മക്കള് നോക്കേണ്ടത് എത്രയും പോയിന്റ് വരയ്ക്കണം എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഇത് കുറച്ചധികം വരച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇനി ഇതാ നോക്കിയടാ, എന്ന് പറയുന്ന പോയിന്റ് 5,3 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5,3 എന്ന് പറയുമ്പോ എക്സ് ആക്സിസിലെ 5 ഇല്ലേ,
ഈ എക്സ് ആക്സിസിലെ ഈ ഒരു 5ഉം വൈ ആക്സിസിലെ 3 എന്ന് പറയുമ്പോൾ ഏതാണ് മക്കളെ പോയിന്റ് വരിക എന്ന് പറയുന്നത്? ഇതല്ലേ പോയിന്റ് എന്ന് പറയുന്നത്, ഇതല്ലേ പോയിന്റ് ആയിട്ട് വരിക, ഇതല്ലേ പോയിന്റ് ആയിട്ട് വരിക. 5,3 എന്ന് പറയുന്ന പോയിന്റ് ഇതാ എക്സ് ആക്സിസിൽ 5 പോയി, വൈ ആക്സിസിൽ 3യും പോയി. അപ്പൊ ഇതാടാ മക്കളെ എന്റെ എന്തെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റ് 0,3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0,3 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് 0 ആവുക. എക്സ് 0 ആവുക എപ്പോഴാണ് മക്കളെ? വൈ ആക്സിസും ഉള്ള പോയിന്റുകളുടെയാണ് എക്സ് 0 ആവുക. അപ്പൊ ഈ പോയിന്റ് എവിടെയായിരിക്കാനാ സാധ്യത? 3. വൈ ആക്സിസും എവിടെയാ 3 വരുന്നത് നോക്കിക്കോ. വൈ ആക്സിസും എവിടെയാ 3 വരുന്നത്? ഇവിടെയല്ലേ വരുന്നത്. വൈ ആക്സിസും 3 വരുന്നത് ഇതല്ലേ വരുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് മക്കളെ എന്റെ എന്തെന്ന് പറയുന്നത് 0,3 എന്ന് പറയണ ബി എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും വരിക. ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? സി എന്ന് പറയുന്ന പോയിന്റ് -2,-1 -2,-1 എന്ന് പറയുമ്പോൾ എക്സിന്റെ ആളാരാടാ മക്കളെ? -2 ആണ്. അപ്പൊ ഇതാണ് -2. ഇനി വൈയുടെ വാല്യൂ -1 ആണ്. -1 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആടാ മക്കളെ, ഈ ഒരു പോയിന്റ് ആണ് എന്റെ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് 3,-1 ഡി എന്ന് പറയുന്ന പോയിന്റ് 3,-1 ആണ്. അപ്പൊ എക്സിനെ സൂചിപ്പിക്കുന്ന ആള് 3 ആണ്. -1 എന്ന് പറയുമ്പോൾ ഇവിടേക്കല്ല മക്കളെ പോണത്. അപ്പൊ ഈ പറയുന്ന ലെങ്ത് ആണ് എന്തെന്ന് പറയണത് പോയിന്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയാ ഡി എന്ന് പറയണത്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, ഞാൻ ഇത് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഈ പറയുന്ന ആൾക്കാരെ ജോയിൻ ചെയ്തിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ നോക്കിയടാ മക്കളെ, ഇവിടെ നിന്ന് സിയിൽ നിന്ന് നേരെ എവിടേക്ക് ജോയിൻ ചെയ്തുകൂടാ? സിയിൽ നിന്ന് നേരെ ബിയിലോട്ട് ജോയിൻ ചെയ്തു. ഇനി അതുപോലെ ബിയിൽ നിന്ന് നേരെ ഞാൻ എവിടേക്ക് ജോയിൻ ചെയ്യാൻ പോടാ മക്കളെ? എയിലോട്ട് ജോയിൻ ചെയ്തു. അതുപോലെ എയിൽ നിന്ന് ഡിയിലോട്ട് ജോയിൻ ചെയ്തു. എയിൽ നിന്ന് ഡിയിലോട്ട് ജോയിൻ ചെയ്തു. അതുപോലെ സിയിൽ നിന്ന് ഡിയിലോട്ടും ജോയിൻ ചെയ്യാണ്. സിയിൽ നിന്ന് ഡിയിലോട്ടും ജോയിൻ ചെയ്യാണ്. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ മക്കൾക്ക് ഈ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന വിചാരിക്കണോ? ഇത് എന്ത് ഷേപ്പാടാ മക്കളെ? പാരലലോഗ്രാം ആണ്, അല്ലെങ്കിൽ സാമാന്ത്രികാടാ മക്കളെ വന്നിട്ടുള്ളത്. സാമാന്ത്രികാണ് വന്നിട്ടുള്ളത് അല്ലെ? ഇനി എനിക്ക് എന്തെന്നാ പറയാ? ഇതോട് മാത്രം ചോദ്യം തീർന്നിട്ടില്ലല്ലോ. അടുത്ത ചോദ്യം ഉണ്ടായിരുന്നു, ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലലോഗ്രാമിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഈ ഒരു സൈഡിനെ ബേസ് ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ ഈ രണ്ട് പാരലൽ സൈഡുകൾ തമ്മിലുള്ള ആ ഒരു ലെങ്തിനെ ഹൈറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നതാണ് വരിക. ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നതാണ് വരിക. അപ്പൊ ഞാൻ നോക്കിയാടാ മക്കളെ, എനിക്കിവിടെ ബി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വേണ്ടേ? ബി എന്ന് പറയുന്നത് എത്രയാടാ മക്കളെ വരുന്നത് എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് എനിക്ക് അറിയാലോ. ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആണ് മക്കളെ വരുന്നത് എന്ന് പറയുന്നത്? 1 2 3 4 5 അല്ലേ? 5 യൂണിറ്റ് അല്ലേ വരുന്നത്? 1 ഏതാ നോക്കിയേ, ഇവിടെ 1 2 3 4 5 ഇങ്ങനെയല്ലേ വരിക. ഇനി ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ഏറ്റവും വലതുഭാഗത്ത് എടുക്കുന്ന നമ്പർ ആരായിരുന്നു നോക്കുക? ഏറ്റവും വലതുഭാഗത്ത് എടുക്കുന്ന നമ്പർ ആരായിരുന്നു? 3 അല്ലേ വരുന്നത്. ഇത് പാരലലോഗ്രാം ആയ കാരണം മാത്രമാട്ടോ മക്കളെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പാരലലോഗ്രാം ആയ കാരണം ഇത് എക്സ് ആക്സിസിന് പാരലാണ് അല്ലെങ്കിൽ സമാന്തരമാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഏറ്റവും വലതുഭാഗത്ത് എടുക്കുന്ന നമ്പർ ഏതാ നോക്കുക? ഏതാ വരുന്നത്? 3 അല്ലേ വരുന്നത്. അപ്പൊ 3 മൈനസ് ഈ ഇടതുഭാഗത്ത് എടുക്കുന്ന ആളാരാണ് മക്കളെ വരുന്നത്? -2. അപ്പൊ 3 മൈനസ് -2 എത്രയാണ് മക്കളെ വരുന്നത്? മൈനസും മൈനസും പ്ലസ് ആവുമ്പോ 5 എന്നുകൊണ്ട് കിട്ടും. ഈ ഒരു ലെങ്ത് എന്താണെന്ന് കിട്ടിയടാ മക്കളെ? എനിക്ക് 5 യൂണിറ്റ് ആണ് കൊണ്ട് കിട്ടി ഇല്ലേ? ഇനി ഇതാ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്ത് ആടാ മക്കളെ നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്ത്, ബി മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഈ ഒരു ലെങ്ത് ആടാ മക്കളെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും മക്കളെ? ഈ പോയിന്റ് എന്തായിരുന്നു? ഏറ്റവും വലുതിൽ നിന്ന് 3 അല്ലേ വരുന്നത്? 3 മൈനസ് -1 അല്ലേ വരിക? 3 മൈനസ് -1 ഈസ് ഈക്വൽ എന്തായിരിക്കും വരിക? മൈനസും മൈനസും കൂടി പ്ലസ് ആവുമ്പോ 1 പ്ലസ് 1 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4 കിട്ടും. ഈ ഒരു ലെങ്ത് നോക്കി നോക്കിയേ, 1 2 3 4 യൂണിറ്റ് അല്ലടാ മക്കളെ വരുന്നത് അല്ലെ? 4 യൂണിറ്റ് അല്ലേ വരുന്നത്. അപ്പൊ ദാ ബിയും കിട്ടിക്കഴിഞ്ഞു എനിക്ക്, അതുപോലെ എച്ചും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച് ആണെന്നുണ്ടായിരുന്നു. ഇവിടെ ബി എത്രയാടാ മക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നു? എനിക്ക് 5 ആണെന്നും എച്ച് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നു? 4 ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 5 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ യൂണിറ്റ് ആണ് മക്കളെ വരിക എന്ന് പറയുന്നത്. ഏരിയ എത്രയായിരിക്കും വരിക? 20 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂടാ മക്കളെ നമ്മുടെ സെക്ഷൻ സി എന്ന് പറയുന്നത്. സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു വട്ടെങ്കിലും ചെയ്തു നോക്കണടാ. നമുക്ക് ഇതൊരു ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് എന്താ പറയാ, എങ്ങനെയായിരിക്കും ബോർഡ് എക്സാമിന് ചോദ്യങ്ങൾ വരിക എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എന്റെ മക്കള് കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് ചെയ്തു നോക്കണം എന്നുള്ളത് നിർബന്ധപൂർവ്വം എല്ലാവരും ചെയ്തു നോക്കി വെക്കുക. നിങ്ങൾക്ക് മാത്സിന് നല്ല മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ചോദ്യ പേപ്പറുകളിലെ എല്ലാ ചോദ്യങ്ങളും എന്തായാലും എന്റെ മക്കള് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു പഠിച്ചിട്ട് കാത്തിരിക്കാടാ മക്കളെ. നമ്മള് സെക്ഷൻ ഡിയുടെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻ.